നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ജേർണൽ എന്താണ്, ജേർണലിൽ എങ്ങനെയാണ് എൻട്രീസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ലെഡ്ജർ എന്താണ് എന്നുള്ളതും എല്ലാം പഠിച്ചു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെഡ്ജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. ആദ്യം നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യണം, എന്നിട്ട് ജേർണലിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Okay, എന്താണ് question? Journalize the following transaction of Malika Fashion House and post the entries to the ledger. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതേവരെ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ട്രാൻസാക്ഷൻ നമ്പേഴ്സ് ആയിരുന്നു ഡേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം, ഡേറ്റ് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്, എല്ലാം 2017 നടന്നതാണ്, ജൂൺ മാസത്തിൽ നടന്നതാണ്. അപ്പോൾ ഒരു മാസത്തെ ജേർണലും ലെഡ്ജറുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഡേറ്റ് തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഓരോന്നിനും എത്ര എമൗണ്ട് എന്നുള്ളതും തന്നിട്ടുണ്ട്. ആദ്യം ജൂൺ 5-ാം തീയതി നടക്കുകയാണ്. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ഓഫ് റുപ്പീസ് 2 lakh. 2 lakh മുടക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എങ്ങനെ എൻട്രി വരിക, ക്യാഷ് മുടക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്താണ്, അത് ക്യാപിറ്റലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ എത്ര, 2 lakh rupees വന്നിട്ട് നമ്മൾ ജേർണൽ എൻട്രീസ് ഇട്ടു. എന്നിട്ട് നരേഷൻ എന്ത് കൊടുക്കും, ബീയിങ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ഓഫ് റുപ്പീസ് 2 lakh വന്നിട്ട്. പിന്നെ അടുത്തത് ഡേറ്റ് കോളത്തിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം, ജൂൺ 8-ന് ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് എ സിൻഡിക്കേറ്റ് ബാങ്ക് ഓഫ് റുപ്പീസ് 80,000. 80,000 റുപ്പീസ് വെച്ചിട്ട് എന്താണ്, ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പോ ബാങ്ക് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 80,000 റുപ്പീസ് ബീയിങ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ടഡ് വന്നിട്ട് നരേഷൻ കൊടുത്തു. അടുത്തത് എന്താണ് പറയുന്നത്, ജൂൺ 12-ാം തീയതി ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗുൽമോഹർ ഫാഷൻ ഹൗസ് ഫോർ റുപ്പീസ് 30,000. ഗുൽമോഹർ ഫാഷൻ ഹൗസിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു അല്ലെ. ഫാഷൻ ഹൗസ് ആണ് അവരുടെ ബിസിനസ്. അപ്പോൾ തുണികൾ വാങ്ങി വിൽക്കുന്നതായിരിക്കും മെയിൻ ആയിട്ടും അവരുടെ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തു ഗുഡ്സ്. എത്ര രൂപയ്ക്ക്, 30,000 റുപ്പീസിൽ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്രെഡിറ്ററുടെ പേരായ ഗുൽമോഹർ ഫാഷൻ ഹൗസ് ആണ് കൊടുക്കേണ്ടത്. എത്രയാണ്, 30,000 പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്തു. എന്നിട്ട് ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് പറഞ്ഞിട്ട് നരേഷൻ കൊടുത്തു. പിന്നെ ജൂൺ 12-ാം തീയതി തന്നെ വേറൊരു ട്രാൻസാക്ഷൻ കൂടി നടന്നിട്ടുണ്ട്. എന്താണ്, പർച്ചേസ് ഓഫ് ഓഫീസ് മെഷീൻ പെയ്ഡ് ചെക്ക് റുപ്പീസ് 20,000. 20,000 റുപ്പീസിന്റെ ഓഫീസ് മെഷീനറി വാങ്ങിച്ചു ചെക്ക് കൊടുത്തിട്ട്. അപ്പൊ അതിനകത്ത് എന്താണ്, ബാങ്കിൽ നിന്നാണ് എമൗണ്ട് പോകുന്നത്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് പറഞ്ഞിട്ട് 20,000 റുപ്പീസ് നമ്മൾ ജേർണൽ എൻട്രി ഇട്ടു. അടുത്തത് എന്താണ്, റെന്റ് പെയ്ഡ് ബൈ ചെക്ക് റുപ്പീസ് 5,000. എപ്പോഴാണ് റെന്റ് പേ ചെയ്ത്, ജൂൺ 18-ന്. അപ്പൊ ജൂൺ 18 എന്ന് ഡേറ്റ് കൊടുത്തിട്ട് റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 5,000 പറഞ്ഞിട്ട് നമ്മൾ ജേർണൽ എൻട്രി കൊടുത്തു. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു മോഹിത് ബ്രോസ്. മോഹിത് ബ്രോസിന് ഗുഡ്സ് സെയിൽ ചെയ്തു ക്രെഡിറ്റിന് അല്ലെ. അപ്പോൾ 10,000 റുപ്പീസിന് ഗുഡ്സ് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്, അതും ക്രെഡിറ്റിന്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഡെപ്റ്ററെ ആദ്യം ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ആരാണ് ഡെപ്റ്റർ, മോഹിത് ബ്രോ ആണ് അല്ലെ. അപ്പൊ മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 10,000 റുപ്പീസ് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ അടുത്തത് ക്യാഷ് സെയിൽസ്. നെക്സ്റ്റ് ഡേ ജൂൺ 22-ന് ക്യാഷ് സെയിൽസ് 15,000-ന് നടന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 15,000 പറഞ്ഞിട്ട് നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്തു. അടുത്തത് എന്താണ്, ക്യാഷ് പെയ്ഡ് ടു ഗുൽമോഹർ ഫാഷൻ റുപ്പീസ് 30,000. ഇവിടെ നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഈ 30,000 റുപ്പീസ്. അപ്പോൾ അതിന്റെ പൈസ എന്നാണ് കൊടുക്കുന്നത്, ഇത് എന്നാ പർച്ചേസ് ചെയ്തത്, ജൂൺ 12-ന് വാങ്ങിച്ചതാണ്. അതിന്റെ പൈസ നമ്മൾ എന്നാണ് കൊടുക്കുന്നത്, ജൂൺ 25-നാണ് കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെ എൻട്രി വരിക, ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 30,000 പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എൻട്രി പാസ് ചെയ്തു. പിന്നെ അടുത്തത് എന്താണ്, ജൂൺ 25-ന് റിസീവ്ഡ് ചെക്ക് ഫ്രം മോഹിത് ബ്രോസ്. ഇവിടെ മോഹിത് ബ്രോസിന് നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 10,000 റുപ്പീസ് അല്ലെ. ആ എമൗണ്ട് ആണ് അവര് തരുന്നത് ജൂൺ 28-ന്. അപ്പൊ എങ്ങനെയാണ് എൻട്രി വരിക, ചെക്ക് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് എഴുതണം, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മോഹിത് ബ്രോസ് 10,000 പറഞ്ഞിട്ട് നമ്മൾ എൻട്രി ചെയ്തു. അടുത്തത് ലാസ്റ്റ് സാലറി പെയ്ഡ് ഇൻ ക്യാഷ് റുപ്പീസ് 6,000. 6,000 റുപ്പീസ് സാലറി ആയിട്ട് പേ ചെയ്തു. അപ്പൊ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി
പാസ് ചെയ്യണം. അപ്പൊ ജേർണൽ എൻട്രീസ് എന്താണെന്നാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഓക്കെ, ഇനി ഈ ജേർണലിന് എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ വാങ്ങിക്കുമ്പോൾ തന്നെ ജേർണൽ എൻട്രീസ് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്നാലും ഇതെവിടെ അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് ആരുടെ ബുക്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, മല്ലിക ഫാഷൻ ഹൗസിന്റെ ബുക്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ബുക്സ് ഓഫ് മല്ലിക ഫാഷൻ ഹൗസ് പറഞ്ഞ മുകളിൽ ഹെഡിങ് കൊടുക്കണം. നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ജേർണൽ ആണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് ജേർണലിന്റെ ഫോർമാറ്റ് എന്താണ്, ആദ്യത്തെ കോളം ഡേറ്റ്, പിന്നെ പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അങ്ങനെ ലെഡ്ജർ വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ എൻറ്റർ ചെയ്തു. പക്ഷെ ഈ ഒരു പേജിൽ തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യാൻ പറ്റിയില്ല, എൻറ്റർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്തു, ആ പേജ് കഴിയുമ്പോൾ ഇതിന്റെ ടോട്ടൽ ഡെബിറ്റ് എമൗണ്ടും ടോട്ടൽ ക്രെഡിറ്റ് എമൗണ്ടും എത്രയാണെന്ന് നോക്കി, രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ടോട്ടൽ ക്യാരി ഫോർവേഡ് പറഞ്ഞിട്ട് കൊടുത്തു. എന്താണ്, ടോട്ടൽ ക്യാരി ഫോർവേഡ് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് പേജിലായിരിക്കും നമ്മൾ ബാക്കി എൻട്രീസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് പേജിൽ നമ്മൾ ടോട്ടൽ ക്യാരി ഫോർവേഡ് പറഞ്ഞിട്ട് കൊടുത്തില്ലായിരുന്നു. ഇനി ആ ടോട്ടൽ എമൗണ്ടിന്റെ ഈ പേജിന്റെ ജേർണൽ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, എഴുതണം. ടോട്ടൽ ബ്രോഡ് ഫോർവേഡ് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പേജിന്റെ ടോട്ടൽ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്തു. ഗുഡ്സ് സെയിൽ ചെയ്തത്, പിന്നെ അതേപോലെ ഗുൽമോഹർ ഫാഷന് ക്യാഷ് തിരിച്ചു കൊടുത്തത്, മോഹിത് ബ്രോസ് നമുക്ക് എമൗണ്ട് തിരിച്ചു തന്നത്, സാലറി പേ ചെയ്ത എൻട്രീസ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്തു അല്ലേ. ഇനിയിപ്പോ ഈ പറഞ്ഞ എന്നിട്ട് എന്ത് ചെയ്തു, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തു, രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇതുവരെ കഴിഞ്ഞു, നമ്മുടെ ജേർണൽ എൻട്രീസ് എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, ലെഡ്ജേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലെഡ്ജേഴ്സ് ഓരോ അക്കൗണ്ട് ആയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഇതില് നമ്മുടെ ജേർണൽ എൻട്രീസ് എഴുതിയതിൽ എത്ര ലെഡ്ജേഴ്സ്, ഈ എഴുതിയിരിക്കുന്ന ജേർണൽ എൻട്രീസ് വെച്ചിട്ട് നമുക്ക് എത്ര ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നെന്താണ് ഗുൽമോഹർ ഫാഷൻ ഹൗസ് പ്രിപ്പയർ ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, സാലറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നെ അതല്ലാതെ ഏതാണ്, ക്യാഷ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഓഫീസ് മിഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, റെന്റിന്റെ പ്രിപ്പയർ ചെയ്യണം, പിന്നെന്താണ് സെയിൽസിന്റെ അക്കൗണ്ടും ലെഡ്ജർ അക്കൗണ്ട്സും നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഇത് ഓരോന്നും നമ്മൾ ഈ ജേർണൽ നോക്കിയിട്ടായിരിക്കും ലെഡ്ജറിലേക്ക് ഓരോ ലെഡ്ജർ അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ലെഡ്ജർ ഏതാണ്, ക്യാഷ് ലെഡ്ജർ ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. എന്താണ്, ഒന്ന് ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക, രണ്ടാമത്തേത് എന്താണ്, അതിന്റെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ പോസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ക്യാഷ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടി ഷേപ്പ് ഓഫ് അക്കൗണ്ട് ആണ് ഉള്ളത് പറഞ്ഞു അല്ലെ. ഒരു സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്, ക്രെഡിറ്റും ആണ് ഇടുന്നത്. അതേപോലെ എന്തൊക്കെ വരും, ഡെബിറ്റ് സൈഡ് എന്തൊക്കെ കോളംസ് വരണം, ഡേറ്റ് വേണം, പർട്ടിക്കുലേഴ്സ് വേണം. നമ്മൾ ജേർണലിൽ ലെഡ്ജർ ഫോളിയോ ആണ് പഠിച്ചത്. അപ്പോൾ ലെഡ്ജറിൽ എന്തായിരിക്കും, ജേർണൽ ഫോളിയോ, പിന്നെ എമൗണ്ട്. ഇനി അതേപോലെ ക്രെഡിറ്റ് സൈഡും എന്തൊക്കെ വേണം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് സൈഡ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്തൊക്കെ വേണം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ടും വേണം. ഓക്കെ, ഇനി ലെഡ്ജർ, ഇതാണ് ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ്. ഇനി എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പൊ ആദ്യത്തെ ക്യാഷ് വരുന്ന ഒരു ട്രാൻസാക്ഷൻ എന്തായിരുന്നു, ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നാണ് അല്ലെ. 2 lakh റുപ്പീസിന്റെ ക്യാഷ് കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ എൻട്രി പോസ്റ്റ് ചെയ്തത്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ടിനെ എന്താ ചെയ്തത്, ഡെബിറ്റ് ചെയ്തു. എന്ത് വെച്ചിട്ട്, ക്യാപിറ്റൽ കൊണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ എന്താ അവിടെ ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ്. അപ്പൊ ഡെബിറ്റ് സൈഡ് ക്യാപിറ്റൽ, ഏത് അക്കൗണ്ട് കൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്, ക്യാപിറ്റൽ വെച്ചിട്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു ക്യാപിറ്റൽ വെച്ചിട്ട്. അപ്പൊ ഡെബിറ്റ് സൈഡ് ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ക്യാപിറ്റൽ പറഞ്ഞിട്ട് എഴുതി. അതിനു മുമ്പ് അത് ഏത് ദിവസമാണ് കൊണ്ടുവന്നതെന്നുള്ള എഴുതണം. ജൂൺ 5-ാം തീയതി 2017 ക്യാപിറ്റൽ എഴുതിയിട്ട് എന്താണ്, ഡെബിറ്റ് സൈഡ് 2 lakh റുപ്പീസ് എഴുതി.
അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ജൂൺ 8-ാം തീയതി നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു 80,000 മുടക്കിയിട്ട്. അപ്പൊ എങ്ങനെയാ വന്ന് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അവിടെ എന്താണ് ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ട് അല്ലേ? അപ്പൊ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ടാണ് ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ബാങ്ക് എഴുതിയിട്ട് എത്ര രൂപ ഇട്ടു? 80,000 രൂപ എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടത് വന്നത്? ഒരു ക്യാഷ് സെയിൽ നടത്തി. ക്യാഷ് സെയിൽ നടത്തിയപ്പോൾ എങ്ങനെയാണ് എൻട്രി വന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ക്യാഷിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? അവിടെ ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡ് എന്താണ്? സെയിൽസ് പറഞ്ഞിട്ട് എഴുതിയിട്ട് എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് ഇവിടെ പോസ്റ്റ് ചെയ്തു. ഡേറ്റ് ഇവിടെ ഇട്ട് കൊടുക്കണം. ഓരോ ട്രാൻസാക്ഷന്റെയും ഡേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഗുൽമോഹർ ഫാഷന് നമ്മൾ ക്രെഡിറ്റിന് സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ പിന്നീട് അവര് ആ ക്യാഷ് തരികയാണ് ചെയ്തത്. അപ്പോ അല്ല ഗുൽമോഹർ ഫാഷന്റെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ആ പൈസ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തപ്പോ എങ്ങനെയായിരുന്നു എൻട്രി വരിക? ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷിനെ അവിടെ ക്രെഡിറ്റ് ചെയ്തു അല്ലെ? ക്രെഡിറ്റ് ചെയ്തപ്പോ ക്യാഷിനെ നമ്മൾ എന്താ ചെയ്തത്? അവിടെ ക്രെഡിറ്റ് ആ ചെയ്തത്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ഗുൽമോഹർ ഫാഷൻ എഴുതി, ഡേറ്റ് എഴുതി കൊടുത്തു, എന്നിട്ട് എമൗണ്ടും കൊടുത്തു. പിന്നെന്താ ചെയ്തത്? ജൂൺ 30-ന് നമ്മൾ സാലറി പേ ചെയ്തു. സാലറി പേ ചെയ്തപ്പോ എങ്ങനെ എൻട്രി വന്നത്? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷിന് എന്താ ചെയ്തത്? ക്രെഡിറ്റ് ആ ചെയ്തത്. അപ്പോ ക്രെഡിറ്റ് സൈഡ് സാലറി എഴുതി, അതിന്റെ ഡേറ്റ് എഴുതി, ടോട്ടൽ എമൗണ്ട് എഴുതി. ഇപ്പൊ ലെഡ്ജറിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. ഇതിനെ ബാലൻസ് ചെയ്തിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണോ P&L-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ എന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു എന്ത് പ്രിപ്പയർ ചെയ്തത്? ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഇനി അടുത്തത് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്തത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിനും നമ്മൾ ഒരു ഫോർമാറ്റ് വരച്ചു. ഡെബിറ്റ് സൈഡും ഉണ്ട്, അതിന് എന്തുണ്ട്? ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡും ഈ പറഞ്ഞ പോലെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട് ഇട്ടു. അതേപോലെ ക്രെഡിറ്റ് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട് ഇട്ടു. ക്യാപിറ്റലിനെ സംബന്ധിച്ച് എത്ര എൻട്രീസ് ഉണ്ടായിരുന്നു? നമ്മുടെ ജേർണൽ എൻട്രീസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തത് എന്താണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞിട്ട്. എങ്ങനെയാണ് അതിന്റെ എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ നമ്മൾ എന്താണ് ചെയ്തത്? ക്രെഡിറ്റ് ആണ് ചെയ്തത്. എന്ത് വെച്ചിട്ട്? ക്യാഷ് വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തത്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് 2 lakh rupees അമൗണ്ട് കോളത്തിൽ ഇട്ട് കൊടുത്തു. ഡേറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ജൂൺ 5-നാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ക്യാഷ് വെച്ചിട്ട്. ഓക്കെ. അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജേർണലിൽ എത്ര അക്കൗണ്ട്സിന്റെ എൻട്രീസ് ഇട്ടു ആ അക്കൗണ്ട്സ് എല്ലാം എന്താണ്? ലെഡ്ജർ. ആ അക്കൗണ്ട്സിന്റെ എല്ലാം ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിനും ഇതേ ഓരോ ലെഡ്ജേഴ്സിനും രണ്ട് സൈഡ് ഉണ്ട്. ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. രണ്ട് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, അമൗണ്ട് പറഞ്ഞിട്ട് കൊടുത്തു. ക്രെഡിറ്റ് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, അമൗണ്ട് പറഞ്ഞിട്ടും നമ്മൾ കൊടുത്തു. അടുത്തത് ഇനി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ ആദ്യം എന്താണ് വരുന്നത്? ബാങ്കിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലെ? പൈസ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡ് ആണ് ആ എൻട്രിയുടെ പോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോ ക്യാഷ് പറഞ്ഞിട്ട് എഴുതി. എത്ര രൂപ? 80,000 rupees ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? ജൂൺ 8-ാം തീയതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ബാങ്കുമായിട്ട് നടന്ന ഒരു ട്രാൻസാക്ഷൻ എപ്പോഴാണ് നടന്നത്? ഓഫീസ് മെഷീൻ പർച്ചേസ് ചെയ്തപ്പോഴാണ് ഒരു എൻട്രി വരുന്നത്. അത് എപ്പോഴായിരുന്നു? ജൂൺ 12-ാം തീയതി. ഇത് നമുക്ക് ജേർണലിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നത്. ജൂൺ 12-ാം തീയതിയാണ് എന്ത് നടന്നത്? ജൂൺ 12-ാം തീയതി എന്ത് വാങ്ങിച്ചു? ഓഫീസ് മെഷീൻ വാങ്ങിച്ചു. എങ്ങനെയായിരുന്നു എൻട്രി വന്നത്? ഓഫീസ് മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്കിനെ അവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഓഫീസ് മെഷീൻ പറഞ്ഞിട്ട് എഴുതിയിട്ട് അമൗണ്ടും നമ്മൾ എഴുതി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മൾ റെന്റ് പേ ചെയ്തു അല്ലെ? റെന്റ് പേ ചെയ്തപ്പോൾ എങ്ങനെ എൻട്രി വന്നത്? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്കിനെ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്താണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് റെന്റ് എന്ന് എഴുതി കൊടുത്തു, ഡേറ്റ് എഴുതി കൊടുത്തു, എത്രയാണോ റെന്റ് പേ ചെയ്തത് ആ എമൗണ്ടും ഇട്ട് കൊടുത്തു.
പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്കുമായിട്ട് വരുന്നത് എപ്പോഴാണ്? മോഹിത് ബ്രോസ് നമ്മൾ സെയിൽസ് ചെയ്തതിന്റെ പൈസ പിന്നീട് ചെക്ക് വഴിയാണ് നമുക്ക് തന്നത്. അപ്പോഴാണ് പിന്നെ ബാങ്കിന്റെ ഒരു എൻട്രി വരുന്നത്. അതിന്റെ എൻട്രി എങ്ങനെയായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മോഹിത് ബ്രോസ് എന്നായിരുന്നു. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡ് വേണം എന്തെഴുതാൻ? മോഹിത് ബ്രോസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്. മോഹിത് ബ്രോസ് ഡേറ്റ് ഇട്ട് കൊടുത്തു, അമൗണ്ട് ഇട്ട് കൊടുത്തു. ഇതാണ് ബാങ്കിന്റെ ട്രാൻസാക്ഷനിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു? ക്യാഷ് പ്രിപ്പയർ ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ബാങ്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ലെഡ്ജർ പർച്ചേസ് അക്കൗണ്ട് ആണ്. ഏത് അക്കൗണ്ട് ആണ്? പർച്ചേസ് അക്കൗണ്ട് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ലെഡ്ജറിന്റെ ഫോർമാറ്റ് വരച്ചു അല്ലെ. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും വരുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട് പറഞ്ഞിട്ട് കൊടുത്തു. ഡെബിറ്റ് സൈഡും കൊടുത്തു, അതേപോലെ ക്രെഡിറ്റ് സൈഡും പ്രിപ്പയർ ചെയ്തു. പർച്ചേസുമായി ബന്ധപ്പെട്ട എത്ര ജേർണൽ എൻട്രീസ് നമുക്ക് വന്നിട്ടുണ്ട്? ആകെ ഒരു ജേർണൽ എൻട്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ. എന്താണ്? ഗുൽമോഹർ ഫാഷൻ ഹൗസിന്റെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒറ്റ എൻട്രി മാത്രമേ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ എൻട്രി എങ്ങനെയാ വന്നിട്ടുണ്ടായിരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പർച്ചേസിനെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന? ആ എൻട്രിയിൽ പർച്ചേസിനെ ഡെബിറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡെബിറ്റ് സൈഡ് അതിന്റെ ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്നുള്ള അവിടെ പർട്ടിക്കുലേഴ്സിൽ ഗുൽമോഹർ ഫാഷൻ ഹൗസ് എന്ന് കൊടുത്തു, അമൗണ്ട് 30,000 കൊടുത്തു. അത് മാത്രമാണ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രി വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഗുൽമോഹർ ഫാഷൻ ഹൗസിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഗുൽമോഹർ ഫാഷൻ ഹൗസുമായി ബന്ധപ്പെട്ട എത്ര ജേർണൽ എൻട്രീസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്? 2 ജേർണൽ എൻട്രീസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ 2 അവർക്ക് ക്യാഷ് റീപേയ്മെന്റ് കൊടുത്തപ്പോൾ അല്ലെ, ക്യാഷ് റീപേ ചെയ്തപ്പോൾ. ആദ്യത്തേത് എന്തായിരുന്നു? പർച്ചേസ് ചെയ്തപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുൽമോഹർ ഫാഷൻ ഹൗസ് ആയിരുന്നു അല്ലെ. അപ്പോൾ ഗുൽമോഹർ ഫാഷൻ ഹൗസിനെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ക്രെഡിറ്റ് ആണ് ചെയ്തത്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് പർച്ചേസ് എന്ന് കൊടുത്തു, ഡേറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് അമൗണ്ട് ഇട്ട് കൊടുത്തു. പിന്നീട് ആ എമൗണ്ട് നമ്മൾ റീപേ ചെയ്തു അല്ലെ. റീപേ ചെയ്തപ്പോ എങ്ങനെ എൻട്രി വന്നത്? ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെ. ഗുൽമോഹർ ഫാഷൻ ഹൗസിനെ നമ്മൾ അവിടെ എന്താ ചെയ്തത്? ഡെബിറ്റ് ആണ് ചെയ്തത്. അപ്പൊ ഡെബിറ്റ് സൈഡ് ക്യാഷ് എന്ന് കൊടുത്തിട്ട് ആ എമൗണ്ടും കൊടുത്തു. എന്നാണോ നടന്ന് ആ ഡേറ്റ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു. ഇനി അടുത്തത് ഏത് അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്? ഓഫീസ് മിഷന്റെ അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഓഫീസ് മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട എത്ര ജേർണൽ എൻട്രീസ് ഉണ്ടായിട്ടുണ്ട്? ആകെ ഒരു ജേർണൽ എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോ? ഓഫീസ് മിഷൻ പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു ഓഫീസ് മിഷൻ പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ജേർണൽ എൻട്രി? ഓഫീസ് മിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നായിരുന്നു. ഓഫീസ് മിഷനെ നമ്മൾ അവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്ത് വെച്ചിട്ട്? ബാങ്ക് കൊണ്ട് അല്ലെ. അപ്പൊ ഓഫീസ് മിഷനെ ആദ്യം നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെബിറ്റാ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡെബിറ്റ് സൈഡ് ബാങ്ക് പറഞ്ഞ് എഴുതിയിട്ട് അമൗണ്ട് ഇട്ട് കൊടുത്തു, ഡേറ്റ് കൊടുത്തു. അങ്ങനെ ആ ലെഡ്ജർ അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ഇനി നമുക്ക് റെന്റ് അക്കൗണ്ട് നോക്കാം അല്ലെ. റെന്റുമായിട്ട് ബന്ധപ്പെട്ട എത്ര എൻട്രി ഉണ്ടായിരുന്നു നമ്മുടെ ജേർണലില്? ആകെ ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റെന്റ് പേയ്മെന്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒറ്റ എൻട്രി. എന്തായിരുന്നു ആ എൻട്രി? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. റെന്റിനെ നമ്മൾ അവിടെ ഡെബിറ്റാ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡെബിറ്റ് സൈഡ് വേണം എന്ത് എഴുതാനായിട്ട്? ബാങ്ക് എഴുതിയിട്ട് ആ എമൗണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്തത് മോഹിത് ബ്രോസിന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സെയിൽ ചെയ്തു. അപ്പൊ മോഹിത് ബ്രോസിന് മൊത്തം എത്ര ജേർണൽ എൻട്രി? മോഹിത് ബ്രോസുമായിട്ട് റിലേറ്റ് ചെയ്ത എത്ര ജേർണൽ എൻട്രീസ് ഉണ്ട്? 2 ജേർണൽ എൻട്രീസ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്തപ്പോൾ, 2 അവരിൽ നിന്ന് ക്യാഷ് കിട്ടിയപ്പോൾ. ആദ്യം ക്രെഡിറ്റിന് സെയിൽ ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്? മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പം മോഹിത് ബ്രോയിനെ നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്? ആദ്യം ഡെബിറ്റ് ആണ് ചെയ്തത് അല്ലെ. എന്ത് വെച്ചിട്ട്? സെയിൽസ് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഡെബിറ്റ് സൈഡ് സെയിൽസ് എഴുതി എത്രയാണ് എമൗണ്ട് വെച്ചാൽ അത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? അവരിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ക്യാഷ് കിട്ടിയത്. അപ്പൊ എങ്ങനെ എൻട്രി വന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹിത് ബ്രോസ്. അപ്പം മോഹിത് ബ്രോസിനെ നമ്മൾ എന്താ ചെയ്തത്? ക്രെഡിറ്റ് ആണ് ചെയ്തത്. ക്രെഡിറ്റ് ചെയ്തു. എന്ത് വെച്ചിട്ട്? ക്യാഷ് വെച്ചിട്ട്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ക്യാഷ് എഴുതിയിട്ട് ആ എമൗണ്ട് 10,000 റുപ്പീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഏത് അക്കൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്? സെയിൽസ് അക്കൗണ്ട്. സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്ര എൻട്രീസ്, ജേർണൽ എൻട്രീസ് നമുക്ക് ഉണ്ടായി? ഒരേ ഒരു എൻട്രീസ്. മോഹിത് ബ്രോയിന് വിറ്റ ആ ഒരൊറ്റ എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അല്ലെ? അപ്പൊ അതെന്തായിരുന്നു ആ എൻട്രി? മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആയിരുന്നു. സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് മോഹിത് ബ്രോസ് അക്കൗണ്ട് എഴുതിയിട്ട് എത്രയാണ് 10,000 എന്നുള്ള എമൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു അല്ലെ? ഇനി ഇനി ഏത് ലെഡ്ജർ അക്കൗണ്ട് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ആ പ്രിപ്പയർ ചെയ്ത ജേർണൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലെഡ്ജർ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ളൂ. ഏതാണ് ആ ലെഡ്ജർ അക്കൗണ്ട്? സാലറിയുടെ ലെഡ്ജർ അക്കൗണ്ട്. സാലറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എത്ര എൻട്രീസ് ഉണ്ടായിട്ടുണ്ട്? ആകെ ഒരു എൻട്രി മാത്രം. ജൂൺ 30-ന് സാലറിക്ക് പേയ്മെന്റ് കൊടുത്ത ആ ഒരൊറ്റ എൻട്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തായിരുന്നു ആ എൻട്രി? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സാലറി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഡെബിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അവിടെ. അപ്പൊ ഡെബിറ്റ് സൈഡ് ക്യാഷ് പറഞ്ഞു കൊടുത്തു. എത്രയാണ് എമൗണ്ട്? 6,000 റുപ്പീസ്. ഡേറ്റ് ഇടാൻ മറന്നു പോകരുത്. ഡേറ്റ് എപ്പോഴും ആദ്യം മെൻഷൻ ചെയ്യണം. അപ്പോൾ ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാ ഉണ്ടാവുക? ലെഡ്ജർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അതിന് രണ്ട് സൈഡ് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് സൈഡും പിന്നൊന്ന് എന്താണ്? ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമുക്ക് എത്ര കോളംസ് വേണം? 4 കോളംസ് വെച്ചിട്ട് വേണം. ഏതൊക്കെയാണ്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. അതേപോലെ ക്രെഡിറ്റ് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, അമൗണ്ട് അല്ലേ? എന്നിട്ട് നമ്മൾ ജേർണൽ എൻട്രീസ് ചെയ്യുമ്പോൾ ഏതൊക്കെ അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തോ അതിന്റെ എല്ലാം എന്ത് പ്രിപ്പയർ ചെയ്യണം? ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ജേർണലും ലെഡ്ജറും ആണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഏറ്റവും ബേസിക്. അപ്പൊ ജേർണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് എൻട്രീസ് വരിക, ഏത് അക്കൗണ്ട്സിന് എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യണത് എന്നുള്ള റൂൾസ്, ജേർണൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷമേ അക്കൗണ്ട്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം തറവായിട്ട് പഠിക്കും. അപ്പോഴേക്കും നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം.